വിവാദങ്ങളിൽ ഇതാ നിർണായക നീക്കവുമായി ദേവസ്വം ബോർഡ്. പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ പുനഃപരിശോധിക്കാനും റീ ഓഡിറ്റിംഗിന് വിധേയമാക്കാനും ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ആദ്യഘട്ട ഓഡിറ്റിംഗിൽ ഗുരുതരമായ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ നടപടി. റോഷിപാലാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി റോഷിപാൽ, കണക്കുകളിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന് ദേവസ്വം ബോർഡ് സമ്മതിക്കുന്നു. ഇപ്പോഴിതാ വീണ്ടും ആ കണക്കുകളൊക്കെ തന്നെയും പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വലിയ വിവാദമായതിന് പിന്നാലെയാണ് റീ ഓഡിറ്റിംഗിന് വിധേയമാക്കാനുള്ള തീരുമാനം, അല്ലേ? വിനിത, ചൊവ്വാഴ്ച ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഏറ്റവും പ്രധാന തീരുമാനത്തിലേക്ക് കടക്കും. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ റീ ഓഡിറ്റിംഗ് ആണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. അതുവഴി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ളത്. കാരണം നിലവിലെ കണക്കുകൾ അത് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ പാകപ്പിഴകൾ സംഭവിച്ചുവെന്ന വാദമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം കൃത്യമായ ബില്ലുകൾ കൈമാറിയില്ല. അതുമായി ബന്ധപ്പെട്ട ഈ ഓഡിറ്റിംഗ് നടത്തിയ കമ്പനി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർ മറുപടി നൽകിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ ഈ പാളിച്ചയുടെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഒരു വാർത്താക്കുറിപ്പും ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരുന്നു. അങ്ങനെ സാഹചര്യത്തിലാണ് ഇനി കണക്കുകൾ പുനഃപരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നത്. ഈ കാര്യത്തിൽ ഔദ്യോഗികമായ തീരുമാനം ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ഉണ്ടാവുക. ഇനി കണക്കുകൾ പുനഃപരിശോധിച്ചതിന് ശേഷം റീ ഓഡിറ്റിംഗിന് വിധേയമാക്കിയതിനു ശേഷം അത് ഹൈക്കോടതിയെ അറിയിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോകുന്നത്. കാരണം വലിയ വിമർശനങ്ങളുണ്ടായി, ആരോപണങ്ങൾ ഉയരുകയാണ്. മന്ത്രി വി എൻ വാസവൻ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ നിയമസഭയെ രേഖാമൂലം മന്ത്രി അറിയിച്ചു എന്നത് അത് അവകാശ ലംഘന നോട്ടീസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഏതായാലും ഓഡിറ്റിംഗ് സംബന്ധിച്ച റിപ്പോർട്ടും മന്ത്രി നിയമസഭയിൽ നൽകിയ കണക്കും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി ഇത് വിവാദങ്ങളായ ശേഷമാണോ തിരിച്ചറിഞ്ഞത്, അതോ നേരത്തെ തന്നെ ബോർഡ് തിരിച്ചറിഞ്ഞോ ഇത്തരത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര വലിയ വ്യത്യാസമുണ്ട് എന്നത്? വിനിത, അങ്ങനെ ഒരു തിരിച്ചറിവ് ബോർഡിന് ഉണ്ടായതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഇത് വിവാദമായതിനു ശേഷമാണ് അത്തരമൊരു ഇടപെടൽ ഉണ്ടാകുന്നത് പോലും. വാർത്താക്കുറിപ്പിൽ പോലും അത് കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കാൻ സമയമുണ്ടായിരുന്നില്ല എന്ന വിശദീകരണമാണുള്ളത്. അങ്ങനെ സമയമില്ലാത്തത് കൊണ്ടാണ് ഓഡിറ്റിൽ ഉള്ള അപാകതകൾ കണ്ടെത്താൻ കഴിയാതിരുന്നത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. ഏതായാലും അതിൽ നന്ദഗോവിന്ദ ഭജന്റെ ഈ പരിപാടി ഇല്ല, അത് നടത്തിയിട്ടില്ല എന്ന ഒരു കാര്യം മാത്രമാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ പോലും ഒട്ടേറെ കാര്യങ്ങൾ, പാളിച്ചകൾ, അപാകതകളൊക്കെ ആ കണക്കിൽ കാണുന്നുണ്ട്. പല ബില്ലുകളും കൃത്യസമയത്തില്ല. അതേപോലെ തന്നെ ചില വാദങ്ങൾ, ഈ വാർത്താക്കുറിപ്പിലുള്ള ചില വാദങ്ങളുണ്ട്. ഈ വാദങ്ങളൊക്കെ അതിന്റെയൊക്കെ കാരണം ഈ കമ്മീഷൻ ഓഫീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്ന് തിരക്കുകൂട്ടി ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് കമ്മീഷൻ നടത്തിയത് എന്ന വിമർശനം കൂടിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഓഡിറ്റിംഗ് വീണ്ടും നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം ആ റിപ്പോർട്ടായിരിക്കും ഇനി ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. വിനിത, ശരി, ഉദ്യോഗസ്ഥ വീഴ്ചയിലുണ്ടായ ഈ വിവാദം അതേതായാലും സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ വീണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ്, ദേവസ്വം ബോർഡിനെ മുൾമുനയിൽ നിർത്തുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കണക്കുകൾ പരിശോധിക്കാനുള്ള തീരുമാനം വരുന്നത്. റോഷിപാൽ വിശദാംശങ്ങൾ നൽകിയെന്ന്. ഏതായാലും